ചിലർക്ക് പാകിസ്ഥാനെ എത്ര പുകഴ്ത്തിയിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പാകിസ്ഥാനെ തലങ്ങും വിലങ്ങും തഴുകിയും തലോടിയും അങ്ങോട്ട് സംതൃപ്തി വരുന്നില്ല. അങ്ങോട്ട് പോകാനാണെങ്കിൽ നിവൃത്തിയുമില്ല. ഇന്ത്യൻ പൗരത്വമാണല്ലോ കയ്യിലുള്ളത്. പാകിസ്ഥാനികൾ എപ്പോഴാണ് നിറം മാറുന്നതെന്ന് അറിയില്ല. എന്തായിരുന്നാലും പാകിസ്ഥാനെതിരെ യുദ്ധം വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാണം കെട്ട കോൺഗ്രസ്. അതിനും അപ്പുറം പോയിരിക്കുന്നു. ചൊവ്വാഴ്ച നടത്തിയ ഗയാബ് എന്ന ഒരു ക്യാമ്പയിൻ നിങ്ങളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? മുൻ പാകിസ്ഥാൻ മന്ത്രിയായിട്ടുള്ള ഫവാദ് ഹുസൈൻ ചൗധരി നരേന്ദ്രമോദിയെ കാണാനില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പിന് മറുപടിയായിട്ട് കോൺഗ്രസ് തലയില്ലാത്ത നരേന്ദ്രമോദിയുടെ ചിത്രമാണ് പങ്കുവച്ച് പരിഹസിച്ചത്. പാകിസ്ഥാനിലെ മുൻ മന്ത്രി മോദിയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ സാമൂഹ്യ മാധ്യമ പോസ്റ്റിനു മറുപടിയായി കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം പങ്കുവച്ചത് രാജ്യദ്രോഹമല്ലാതെ മറ്റെന്താണ് അതിനകത്തുള്ളത്? ഒരു കുടുംബമാകുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് വ്യത്യസ്തമായ മതപാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് കരുതി പാകിസ്ഥാൻ അടിക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ എറിഞ്ഞു കൊടുക്കുകയോ? സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ മോദി പങ്കെടുക്കാതിരുന്നതിനെ മോദിയെ കാണാനില്ല എന്ന രീതിയിൽ കോൺഗ്രസ് ക്യാമ്പയിനാക്കാൻ ശ്രമിച്ചിരുന്നു. അതീവ ഗൗരവമുള്ള സാഹചര്യത്തിൽ അങ്ങേയറ്റം സംയമനം പാലിച്ചിട്ടാണ് മോദി ഓരോ ചുവടും വെച്ചുകൊണ്ടിരിക്കുന്നത്. ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നതിലും അന്താരാഷ്ട്ര നേതാക്കളിൽ നിന്നും പിന്തുണ നേടുന്നതിലും മാത്രമാണ് മോദി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ കർണാടക നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയായ തിമ്മപ്പൂർ, ജമ്മു കാശ്മീരിലെ കോൺഗ്രസിന്റെ ചീഫായിട്ടുള്ള താരിഖ് ആര എന്നിവരാണ് പാകിസ്ഥാനെതിരെ യുദ്ധം ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചത്. പഹൽഗാമിലെ 29 ടൂറിസ്റ്റുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ ഈ ഭീകരവാദത്തിന് കാരണക്കാരായ പാകിസ്ഥാൻ തിരിച്ചടി അർഹിക്കുന്നില്ലേ? തിരിച്ചടി കൊടുക്കണം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഈ നിലപാട്, ഈ പ്രസ്താവനയ്ക്കെതിരെ ദേശീയ തലത്തിൽ വിമർശനം ഉയർന്നില്ലേ? ഉയരണം. കോൺഗ്രസ് വക്താവായ ജയറാം രമേശ് തന്നെ ഇത്തരം പ്രസ്താവനകൾ നിർത്തിവെക്കണമെന്നും പഹൽഗാം പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്നും ആഹ്വാനം ചെയ്തു. എന്നാൽ ഈ ആഹ്വാനത്തെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ മന്ത്രിയുടെ സമൂഹ മാധ്യമ സന്ദേശത്തിന് മറുപടി എന്ന വണ്ണം മോദിയുടെ തലയില്ലാത്ത ചിത്രം കോൺഗ്രസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. കോൺഗ്രസ് ഇതിനേക്കാൾ നാണം കെട്ട പരിപാടി, ഇതിനേക്കാൾ അധപ്പതിക്കാൻ വേറെ ഇല്ല എന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന, ഈ രാജ്യത്തിന്റെ വളർച്ചയെ ലക്ഷ്യം വെക്കുന്ന, ഈ രാജ്യത്തെ ബാധിക്കുന്ന, ഈ രാജ്യത്തെ 140-ൽ പരം കോടി ജനങ്ങളിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ അവരുടെ ജീവൻ എടുക്കുകയോ ചെയ്യുന്ന ഏതൊരു രീതിയെയും അപലപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം രാജ്യ സ്നേഹികൾ ഈ രാജ്യത്തുണ്ട്. എല്ലാവരും രാജ്യസ്നേഹികളാണെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഈ രാജ്യം തകർന്നു കാണാനും സമാന്തരമായ ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും ശ്രമിക്കുന്ന രാജ്യവിരുദ്ധരെ തൽക്കാലം തള്ളിക്കളയാം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പൗരന്മാരുണ്ട്. അതിൽ ഒരു പൗരന്റെ പ്രൗഢോജ്വലമായിട്ടുള്ള വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇന്ന് കെന്നഡിയാണ്. ഭാരതത്തിന്റെ ശസ്ത്രങ്ങൾ അത് ഖലിസ്ഥാൻ, ഇന്ന് ഭാരതത്തിന്റെ ശസ്ത്രങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്, അജ്ഞാതനാൽ വധിക്കപ്പെടുകയാണ്. രാജ്യത്തിനെതിരെ പക്ഷെ ഭാരതത്തിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നു. ലോകത്ത് കാനഡയിൽ അവൻ അഭയം തേടുന്നു, ഭരണകർത്താക്കളെ പിന്നാലെ കൊടുത്തു. ബ്രിട്ടനിൽ അവൻ അഭയം തേടുന്നു. ഞങ്ങളെ ഇന്ത്യ വധിക്കുന്നു. കാനഡയിലെന്നല്ല, അമേരിക്കയിലെന്നല്ല, ലോകത്തിന്റെ ഏത് കോണിൽ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് അഭയം തേടിപ്പോയാലും അതിനകത്ത് കയറി മൊസാദിന്റെ രീതികൾ പുറത്തെടുക്കാൻ ഇന്ന് റോ ഉണ്ട് എന്ന് ഓർക്കുന്നത് നന്ന്. അഭിമാനിക്കേണ്ട ഇന്ത്യക്കാരൻ 100 വട്ടം എന്തെങ്കിലും ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഏറ്റവും ഗതികെട്ട കാര്യം, നമ്മളിപ്പോ ഇവിടുത്തെ നേതാക്കൾ, നമ്മൾ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം പഹൽഗാമിൽ ശബ്ദം ഉണ്ടായല്ലോ, എന്താണ് അഭിപ്രായം? എന്നോ നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി, എന്താണ് അഭിപ്രായം? അത് നിങ്ങൾ ജയിച്ചു കൂട്ടാഞ്ഞിട്ടല്ലേ?
സതീശൻ ജി അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം. സെക്യൂരിറ്റി വെക്കണമായിരുന്നു. കള്ളനെന്ന് വിളിക്കാനുള്ള ആംബിയർ ഒന്നും നാട്ടിൽ പോലില്ല. അതെല്ലാവർക്കും ഉണ്ടാകും. കള്ളനെ കള്ളാന്ന് വിളിക്കില്ല, തീവ്രവാദിയെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള നട്ടലില്ല. അഥവാ വെറും ബ്ലഡി പൊളിറ്റിക്സ്. പക്വതയുള്ള നേതൃത്വമാണ് നമുക്കുള്ളതെന്നുള്ള അഭിമാനിയാണ്. പക്വത കുറവുണ്ടായിരുന്നെങ്കിൽ പിറ്റേന്ന് അടിച്ചാല് നമുക്ക് അടിച്ചാൽ തിരിച്ചടിക്കാന്നുള്ളതാണല്ലോ ആണല്ലോ. അങ്ങനെയാണല്ലോ പറഞ്ഞു വെക്കുക. ഇവിടെ അതല്ല വളരെ. പക്ഷെ നരേന്ദ്രമോദി പക്വമായിട്ടുള്ള സമീപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ പുറത്തെടുത്ത്. നമ്മൾ പറയുന്നത് പോലെ പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് കൊടുത്ത് രണ്ട് രാജ്യം തമ്മിലുള്ള ആണവായുധ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പല ലോക രാജ്യങ്ങളെയും എന്താണ് ഇവിടെ നടന്നത് എന്ന് ബോധ്യപ്പെടുത്തണം, എന്താണ് തിരിച്ച് ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തണം, ആ ചെയ്യുന്നതിന്റെ കാര്യങ്ങളും കാരണങ്ങളും ബോധ്യപ്പെടുത്തണം. അതാണ് മോദി ചെയ്തത്. അവന്റെയൊക്കെ കഞ്ഞൂടി കുട്ടിക്കുന്ന രീതിയിൽ ഓരോന്നായി ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരച്ച വരേ വരി ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ നരേന്ദ്രമോദിയെ പഠിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ അത്തരം ശീലങ്ങളൊക്കെ ഇസ്രയേലിന്റെ മൊസാദിലായിരുന്നു. ഇന്ന് ഭാരതത്തിന്റെ ശത്രുക്കൾ, അത് ഖലിസ്ഥാൻ തീവ്രവാദിയാണെങ്കിലും ലഷ്കർ ഇ തൊയ്ബക്കാരനാണെങ്കിലും ഏത് തീവ്രവാദിയാണെങ്കിലും ലോകത്ത് ആക്രമിക്കപ്പെടുകയാണ്, അജ്ഞാതനാൽ വധിക്കപ്പെടുകയാണ്. നമുക്കറിയില്ല അജ്ഞാതനെ, പക്ഷെ ഭാരതത്തിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുന്നു ലോകത്ത്. കാനഡയിൽ അവൻ അഭയം തേടുന്നു, ഭരണകർത്താക്കളെ പിന്നാലെ ഓടുന്നു. ബ്രിട്ടനിൽ അവൻ അഭയം തേടുന്നു. ഞങ്ങളെ ഇന്ത്യ വധിക്കുന്നു. അഭിമാനിക്കേണ്ട ഇന്ത്യക്കാരൻ. എന്തെങ്കിലും ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ലോകത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ? നാം എവിടെ നിൽക്കുന്നു? നമ്മളെ തൊട്ടാൽ ലോകത്തെവിടെയും നീ ഒളിക്കില്ല. അത്തരം ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പഹൽഗാമിലെ ഈ വിഷയങ്ങളിൽ അടക്കം ഏറ്റവും ഗതികെട്ട കാര്യമാണ്. നമ്മളിപ്പോ ഇവിടുത്തെ നേതാക്കൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പം പഹൽഗാമിൽ സംഭവം ഉണ്ടായല്ലോ, എന്താണ് അഭിപ്രായം? എന്നോ നമ്മുടെ വീട്ടിലൊരു കള്ളം കയറി, എന്താണ് അഭിപ്രായം? അത് നിങ്ങൾ ജയിച്ചു കൂട്ടാഞ്ഞിട്ടല്ലേ? സതീശൻ ജി എന്താണ് അഭിപ്രായം? നിങ്ങൾ സെക്യൂരിറ്റി വെക്കണമായിരുന്നു. കള്ളനെന്ന് വിളിക്കാനുള്ള ആംബിയർ ഒന്നും നാട്ടിൽ പോലില്ല. കള്ളനെ കള്ളാന്ന് വിളിക്കില്ല, തീവ്രവാദിയെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള നട്ടലില്ല. അഥവാ വെറും ബ്ലഡി പൊളിറ്റിക്സ്, മോശം രാഷ്ട്രീയം. ഈ എടുത്ത് തലയെ വെക്കുന്നതൊക്കെ ഇവർക്ക് നാളെ കുറിച്ചായി തീരുമെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. മുമ്പ് എപ്പോഴൊക്കെ വെച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അയാളുടെ സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. എന്റെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് ഞാനത് അത്തരത്തിൽ പറയുന്നില്ല, കണ്ടു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അഷ്റഫ് മൗലവിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നീക്കിത്തരാമെന്ന് വാക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങൾ വേണുഗോപാലിന് പിന്തുണ കൊടുത്തത് ആലപ്പുഴയിൽ എന്ന് പരസ്യമായ സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്. എനിക്കത് ഉത്തരവാദിത്തമില്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിച്ചാൽ പറഞ്ഞതേ ഉള്ളൂ. സത്യമാവാനാണ് സാധ്യത. എന്തു ചെയ്യും? ആ തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം വളരെയധികം ഒരു കരുത്താണിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയായി മാറിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പാകിസ്ഥാനെ നോക്കൂ. തീവ്രവാദി സംഘടനയാണ് ഇവിടെ ഇത് ചെയ്തതെങ്കിലും അതിന്റെ പിന്നിൽ പാകിസ്ഥാൻ സർക്കാരുണ്ടെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അവരുടെ പ്രധാനമന്ത്രി ആദ്യം പ്രതികരിച്ചത് നമ്മൾ കണ്ടു. ഞങ്ങൾ ആണവശക്തിയാണ് എന്നൊക്കെ പറഞ്ഞു. ഭാരതത്തിനെയാണ്, ഭാരതത്തോടാ പറയുന്നത് ഞങ്ങൾ ആണവശക്തിയാണ്. എന്താ പറയാ? ഇതുവരെ ഇന്ത്യ ആയുധ ശേഖരത്തെ കുറിച്ചോ യുദ്ധരീതികളെ കുറിച്ചോ ആണവ ആയുധങ്ങളെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിലെ പ്രതികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിച്ചിരിക്കും, സംശയമില്ല. അത് ഈ രാജ്യത്തെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നുണ്ട്. അവരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ, മാതൃകാപരമായ രൂപത്തിൽ പാകിസ്ഥാന് തിരിച്ചടി ലഭിച്ചിരിക്കുമെന്ന് മാത്രമേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ തുടക്കം തന്നെ ആണവായുധത്തെ കുറിച്ച് പറയുന്നത് പാകിസ്ഥാന്റെ മന്ത്രിയാണ്. മെഷീൻ ഗണ്ണും കൈ പിടിച്ചിട്ട് നമ്മുടെ ആ സീനം തുറന്നു നോക്കി നമുക്ക് ചിരിയല്ലേ വരും. നമ്മുടെ മുന്നിലാണോ ആണവശക്തിയാണെന്ന് പറയുക. അത് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ബിലാവൽ ഭുട്ടോയുടെ ഡയലോഗ് എന്താ? സിന്ധു നദി ചോരപ്പുഴയാകും. അവിടെ ഭരണകക്ഷിയിലെ നേതാക്കളും
പ്രതിപക്ഷങ്ങളും എല്ലാം ഭാരതത്തിനെതിരെ അത്തരം പ്രകോപനപരമായ അവരുടെ രാജ്യസ്നേഹമാണ് അതിനകത്ത് പ്രകടിപ്പിക്കുന്നത്. എന്ത് ന്യായം പറഞ്ഞാൽ നമ്മുടെ സ്തുതിയോ എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? അല്ലേ പാകിസ്ഥാൻ അറിയാം ഇന്ത്യക്ക് മുമ്പിൽ അവർ കരുത്തരാണോ അല്ലേ എന്ന്. എന്നാലും ഇന്ത്യക്കെതിരെ ഇതുപോലെ ഓരോ പ്രസ്താവനകൾ ഇറക്കി അവർ ഇന്ത്യക്കെതിരെയാണെന്നും പാകിസ്ഥാനോടൊപ്പമാണെന്നും അവർ നിരന്തരം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഗതിയോ? പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? പറയൂ കെന്നഡി. ഇന്റലിജൻസ് സുരക്ഷാ ചരിത്രം പറഞ്ഞ അതേ കാര്യം നിങ്ങൾ ഗേറ്റ് കൂട്ടാൻ ചെറുതാണ്. നമുക്ക് ശത്രുക്കൾ അകത്താണ്. നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അകത്തിരിക്കുന്ന ആളുകളാണ്. രാജ്യസ്നേഹമില്ലാതെ രാജ്യത്തെ പിന്തുണയ്ക്കാതെ ഇത്തരം നിലപാടെടുക്കുന്നവരാണ് നമുക്ക് അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ കൊണ്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ദ്രോഹങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യും. ഇതല്ലേ ഇവർ നമ്മുടെ രാജ്യത്തോട് ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്ദി.